രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃശ്ചിക പുലരിയിൽ സന്നിധാനത്ത് വൻ തീർത്ഥാടക തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയാണ് നട തുറന്നത്. പ്രതിദിനം 90,000 തീർത്ഥാടകർക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. VV വിനോദാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഭക്തർ ദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവാദങ്ങളൊന്നും ഈ ഭക്തരുടെ തിരക്കിനെ ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നട തുറക്കുമ്പോൾ തന്നെ വലിയ തിരക്കാണല്ലോ അനുഭവപ്പെടുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വൃശ്ചിക പുലരിയിൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ സോപാനത്തിന് സമീപമാണുള്ളത്. ഇപ്പോൾ കാണുന്നത് സോപാനത്ത് തന്നെയുള്ള ക്യൂ കോംപ്ലക്സിന്റെ ദൃശ്യങ്ങളാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ ഭക്തരുടെ വലിയ ഒഴുക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നട തുറക്കുന്നതിനും 2 ദിവസം മുൻപ് തന്നെ പമ്പയിലേക്ക് ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടെ വിരിവിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വാഹനങ്ങളിൽ തങ്ങി ദർശനത്തിന് വേണ്ടി ദിവസങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ക്യൂ കോംപ്ലക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളും കാണുന്നത്. ചെറിയ കുഞ്ഞുങ്ങളടക്കം മുതിർന്ന അയ്യപ്പന്മാരടക്കം മാളികപ്പുറങ്ങളടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. വിവാദങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ അത് തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് അയ്യപ്പനോടുള്ള ഭക്തി. അത് ഓരോ തവണ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം തന്നെ ഭക്തിയെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിന്നും കാണാൻ കഴിയുന്നത്. രാവിലെ 3 മണിക്ക് ശബരിമല മേൽശാന്തി നട തുറന്നതോടുകൂടി തന്നെ അയ്യപ്പന്മാരുടെ വലിയ ഒഴുക്കായിരുന്നു. ED പ്രസാദാണ് ഇത്തവണത്തെ ശബരിമല മേൽശാന്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ചുമതലയേറ്റത്. അതോടൊപ്പം തന്നെ MG മനു, അദ്ദേഹമാണ് മാളികപ്പുറത്തെ മേൽശാന്തി. അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഈ ചുമതല ഏറ്റെടുത്തിരുന്നു. ഇന്നത്തെ ഒരു സുപ്രധാനമായ കാര്യം അഭിലാഷ്, ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിരുന്നു. അവർ ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് S ജയകുമാർ അടക്കമുള്ളവർ, അദ്ദേഹം പുതുതായി ചുമതലയേറ്റതാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളും ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് SITയുടെ പരിശോധന ഉച്ചപൂജ കഴിഞ്ഞ ശേഷമാണ്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുമെന്ന വിവരമാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. കാരണം ED ഇതുവരെയുള്ള കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് EDയുടെ കൈകളിലേക്ക് അന്വേഷണം എത്തിയാൽ പോലും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് കഴിഞ്ഞു. മാത്രമല്ല കോടതിയെ ബോധിപ്പിക്കാനും അത് കഴിയും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് EDക്ക് കൈമാറുകയോ EDയുടെ
ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്ത് പ്രതികളെ ഇ.ഡി. പിടികൂടുന്ന സാഹചര്യം, ഇ.ഡി. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. അങ്ങനെ വിലയിരുത്തുന്ന ഇടത് കേന്ദ്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള SITയുടെ നടപടികൾ അത് വളരെ വേഗത്തിൽ ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയും ചില അറസ്റ്റുകളിലേക്ക് പോകും. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടതുണ്ട്. ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. 2019 പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എൻ വാസു അടക്കം, മുരാരി ബാബു അടക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള 5 അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ ഇതിനകം നീണ്ടിരുന്നു. ആ നിലയിൽ SITയുടെ നടപടികൾ വളരെ വേഗത്തിലാണ്. ഈ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നത് 12:30 മണിയോടുകൂടി പൂജ കഴിഞ്ഞ് 1 മണിക്ക് നടയടച്ചാൽ പിന്നീട് ഉച്ചയ്ക്ക് 3 മണിക്കാണ് നട തുറക്കുന്നത്. ഈ സമയത്തിനുള്ളിലായിരിക്കും SITയുടെ ഇവിടുത്തെ ഇന്നത്തെ പരിശോധന. അഭിലാഷ്, യെസ്, അതായത് തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ഇന്നലെ നേരത്തെ തന്നെ ഭക്തർ നിലയുറപ്പിച്ചിരുന്നു. ഈ നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നതിന് വിനോദ് സൂചിപ്പിച്ചതുപോലെ അതിൽ മുതിർന്ന അയ്യപ്പന്മാർ, അതായത് വർഷങ്ങളായി ശബരിമലയിൽ സ്ഥിരമായി ദർശനം നടത്തുന്നവർ ഉണ്ട്, കന്നി അയ്യപ്പന്മാർ ഉണ്ട്, മാളികപ്പുറം ഉണ്ട്. അങ്ങനെ ഭക്തരുടെ തിരക്ക് ഈ വിവാദങ്ങൾക്കിടയിലും തുടരുന്ന സാഹചര്യമാണുള്ളത്. 90,000 പേർക്കാണ് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പലപ്പോഴും അതിന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഒരു സീസണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ തീർത്ഥാടകരിൽ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. മലയാളികളെക്കാൾ കൂടുതലായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയായത്. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് ബാധകമല്ല. അവർ ഭക്തിയുടെ നിറവിൽ ആണ് ശബരിമലയിലേക്ക് വരുന്നത്. ശബരിമല എന്നത് അത്രമേൽ പുരാതനമായ ഒരു ക്ഷേത്രമാണ് എന്ന് നമുക്കറിയാം. പിന്നീട് പലപ്പോഴായാണ് ഈ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അതിൻ്റെ ഭാഗമായാണ് സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കപ്പെട്ടത്. അത് മോഷ്ടിച്ചു എന്നത് അങ്ങേയറ്റം ഗൗരവതരമാകുന്ന ഒരു കേസാണ്. അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും വിനോദ് ഈ സൂചിപ്പിക്കുന്ന പോലെ 1 മണിയോടുകൂടി ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കുന്നു. പിന്നീട് 3 മണിക്കാണ് നട തുറക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കാരണം തീർത്ഥാടക പ്രവാഹത്തിനിടയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകളുമായി മുന്നോട്ട് പോവുക എന്നത് വലിയ തടസ്സം സൃഷ്ടിക്കും. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ 1-2 മിനിറ്റ് പോലും തീർത്ഥാടകർ ബ്ലോക്കായി പോകുന്നത് അവിടുത്തെ ഒരു ക്രമീകരണങ്ങളുടെ മൊത്തം താളം തെറ്റിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ കൃത്യമായ സമയത്തിനിടയിൽ തന്നെ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഭക്തർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കുക, അതിനുകൂടി ശ്രദ്ധിക്കുന്നുണ്ടാകും അല്ലേ? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. കാരണം 90,000 പേർക്കാണ് ഒരു ദിവസം ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇതിൽ വിർച്വൽ ക്യൂ വഴി 70,000 പേരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. അങ്ങനെ ഏതാണ്ട് 20,000-ഓളം പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. ഒരു ദിവസം 90,000 പേർ എന്നതാണ് കണക്ക്. ആ നിലയ്ക്ക് പരമാവധി ആളുകളെ കടത്തിവിടുക. ഇപ്പോൾ ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ നിരാശരാക്കി മടക്കി അയക്കാതിരിക്കുക. കാരണം കുട്ടികളടക്കം, ചെറിയ കുഞ്ഞുങ്ങളടക്കമായിരിക്കും പലപ്പോഴും അയ്യപ്പ ഭക്തർ എത്തുന്നത്. മാത്രമല്ല സംഘമായി എത്തുന്നതിൽ പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളെ, പരമാവധി ഭക്തരെ ദർശനത്തിന് അവർക്ക് അവസരമൊരുക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. മാസങ്ങളായി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പമ്പയിലേക്കുള്ള റോഡ്, പത്തനംതിട്ടയിൽ നിന്ന് പമ്പ വരെയുള്ള റോഡൊക്കെ നേരത്തെ തന്നെ ടാർ ചെയ്ത് വൃത്തിയാക്കിയിരുന്നു. ഈ ടോയ്ലറ്റുകളുടെ സ്ഥാപനം അതെല്ലാം തന്നെ നേരത്തെ സ്ഥാപിച്ചു. ശബരിമലയും പരിസര പ്രദേശവും ഒക്കെ തന്നെ വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ തന്നെ കൃത്യമായുള്ള ഇടപെടൽ. അതിൽ ഒരു സംയുക്തമായ പ്രവൃത്തിയാണ്. മരാമത്ത് വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, KSEB ഉണ്ട്, പോലീസുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങൾ ചേർന്നുള്ള ഒരു സംയുക്തമായ പ്രവർത്തനമാണ് പലപ്പോഴും നടക്കുന്നത്. അതെല്ലാം തന്നെ അതിന്റെ ഏകീകരണവും പ്രവർത്തനവും എല്ലാം തന്നെ നടന്നു. അവിടെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇടുത്തി പോലെ സർക്കാരിന് മുകളിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള എന്ന ഒരു വലിയ വിവാദം വന്ന് വീണത്. അത് സർക്കാരിനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ, അതെല്ലാം തന്നെ ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് വേണ്ടി, സർക്കാരിന്റെ ഒരു ആത്മാർത്ഥത തെളിയിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അത് സർക്കാരിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അറസ്റ്റിലായത് ചെറിയ ആളുകളല്ല. ഒരുപക്ഷെ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും. ആ തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തീർത്ഥാടന കാലം, മണ്ഡല മകരവിളക്ക് കാലത്തിൽ ഇപ്പോൾ നട തുറക്കുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് അയ്യപ്പ വിശ്വാസം തന്നെയാണ് പരമമുഖ്യം. അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നു. ED
ഒരു കേന്ദ്ര ഏജൻസി കൂടി ഈ കേസിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും നമ്മൾ ആത്യന്തികമായി പറയുമ്പോൾ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ഇവിടെ എത്തി ദർശനം നടത്തുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. അതിനുവേണ്ടി തന്നെയാണ് അവർ നട തുറക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് പമ്പയിൽ വന്ന് വിരിവെച്ച് കാത്ത് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി, അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ദിവസങ്ങളോളം ശബരിമലയിലും പരിസരത്തുമായി തമ്പടിക്കുന്നത്. യെസ്, അതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിവാദങ്ങളൊന്നും ബാധകമല്ല എന്ന് വീണ്ടും വ്യക്തമാവുകയാണ്. അത്രമേൽ വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്നു. മണ്ഡലകാലത്തിന് തുടക്കമാകുമ്പോൾ ആദ്യ ദിനം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വരും ദിവസങ്ങളിലും ശബരിമലയിലേക്ക് ഇത്തരത്തിൽ ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് സാധാരണ അവധി ദിനങ്ങളിൽ ആണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ ശബരിമലയിൽ അങ്ങനെ അവധി ദിനം എന്നൊന്നുമില്ല. എല്ലാ ദിവസവും തന്നെ നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് ഇത്തവണയും അങ്ങനെ തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി വിനോദ് സന്നിധാനത്ത് നിന്നും നൽകിയത്. അതേസമയം ശബരിമലയിൽ ഇന്ന് ഈ സ്വർണ്ണപ്പാളിയുടെ പരിശോധന നടക്കുന്നുണ്ട്. അത് വിനോദ് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള പാളികൾ ആണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. രണ്ടാം തവണയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സന്നിധാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. അന്വേഷണത്തോട് സഹകരിച്ചില്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. അതേസമയം റിമാൻഡിൽ തുടരുന്ന മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനു വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് വ്യക്തത വരും എന്ന നിഗമനത്തിൽ ആണ് SIT.